ദേ ഈ കാണുന്ന ഐറ്റം ഇതെന്താണെന്നും ഇതിനെ കൊണ്ട് ഇങ്ങനെയും പരിപാടി ഉണ്ടെന്നുമുള്ളത് എത്ര പേർക്ക് നേരത്തെ അറിയായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ്. അപ്പം എല്ലാവർക്കും ഹലോ ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ARM വ്ലോഗ്സ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് നമ്മുടെ വാട്ടർ മെട്രോ ട്രൈ ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ ഫോട്ടോ വെച്ച് പോയപ്പം അവിടെ വെച്ച് കണ്ടതാണ് ഈ ചേട്ടൻ്റെ പേര് കുമാർ എന്നാണ്, തിരുനെൽവേലി എന്നാണെന്നായിരുന്നു പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിവേയ്സ് ആ ചേട്ടൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാള പോത്ത് ഇതൊക്കെ ഇല്ലേ, ഇതിൻ്റെയൊക്കെ കൊമ്പ് വെച്ചിട്ട് ചീപ്പ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അവിടെ ഇപ്പോൾ ഒരാൾ വന്ന് സംസാരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്നലെ വന്നിട്ട് ഓർഡർ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു 4 ചീപ്പിന് വേണ്ടിയിട്ട്, അഡ്വാൻസും പേ ചെയ്തിട്ട്. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെന്നൊക്കെ പറയുന്നുണ്ട് ഞാനിപ്പം. അതായത് നമ്മൾ ആ പോയതിൻ്റെ തലേ ദിവസമാണ് അവർ വന്ന് ഓർഡർ ചെയ്തത്. നമ്മൾ ആ പോയ ദിവസം വൈകുന്നേരം വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ ഉച്ചയ്ക്ക് വന്നതാണ്, അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. സംഭവം ഈ ഒരു കാർഡ് കണ്ടോ, ആ കാർഡിൽ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ടെന്നും, അതായത് ഷേപ്പ് വൈസ് ആണ് കേട്ടോ. ഇപ്പോൾ ആ ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മീനിൻ്റെ ഷേപ്പിലാണ്. നമുക്കവിടെ മീനിൻ്റെ ഷേപ്പിലുണ്ട്, ചെറിയ മീൻ, വലിയ മീൻ, ആന, മയിൽ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ വിലയും അതുപോലെ തന്നെ ഓരോന്നും ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ തലേദിവസം വന്ന് ബുക്ക് ചെയ്തിട്ട് പോയതാണ്. പിറ്റേ ദിവസം വൈകുന്നേരം വരാനാണ് പറഞ്ഞത്. പക്ഷെ അവർ ഉച്ചയ്ക്ക് വന്നു, ആയിട്ടുണ്ടായിരുന്നില്ല. അവർക്കുള്ളതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ ആ ചെയ്തു വെച്ചിരിക്കുന്നതും അവർക്കുള്ളതാണ്. മൊത്തം 4 എണ്ണം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മീനിൻ്റെയാണ്. നിങ്ങൾക്കിത് ഞാൻ ഓക്കെ, എനിക്കിതിനെപ്പറ്റി പറഞ്ഞു തരാൻ വലിയ അറിവുമില്ല. സംഭവം എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുതിയൊരു അറിവാണിത്, ഈ കൊമ്പിനെ കൊണ്ട് ചീപ്പ് ഉണ്ടാക്കും എന്നുള്ളത്. ആൻഡ് ഈ ഒരു നോട്ടീസ് കണ്ടോ, ഇതൊരു 10 വർഷം മുന്നേ ചെയ്ത നോട്ടീസാണ്. ആൻഡ് സർപ്രൈസിങ്ലി അന്ന് ആ നോട്ടീസ് ചെയ്ത അതേ ലേഡി നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആളും തമിഴാണ്, അവിടുത്തെ ഏതോ ലോക്കൽ മീഡിയ എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം പുള്ളിക്കാരി വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കൂടി അഡ്വാൻസ്ഡ് ആണല്ലോ. അപ്പം മോർ ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും വെച്ചിട്ട് പുതിയൊരു നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പം അത് പറഞ്ഞിട്ട് പോകുമ്പോഴാണ്, നമ്മൾ നിൽക്കുമ്പോഴാണ് അത് വന്ന് പറഞ്ഞിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ആ ചേട്ടൻ ആ ചീപ്പിൻ്റെ പല്ല്, നമ്മൾ ഈ കൊമ്പിലെ പല്ലില്ലേ, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇത് കാണാൻ ഓക്കെ, ഞാനത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. കാരണം ഏറ്റവും ചെറിയ ചീപ്പ്, ഏറ്റവും ചെറിയ മീനിൻ്റെ ചീപ്പ്, അതിന് തന്നെ 500 രൂപയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു എക്സ്പെൻസീവാണ്. പക്ഷെ അവിടെ നിന്ന് ഇതിൻ്റെ പ്രോസസ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ 500 രൂപ ഫൈനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആളിടുന്ന എഫേർട്ട്, ആളെടുത്തിട്ട് ഇത്ര സ്പീഡായിട്ടും ഇത്ര കൂളായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഓക്കെ, അപ്പം അല്ലാന്നാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മളൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അതിനൊരു പീസ് ഇപ്പം ഉണ്ടാക്കണം ആ ഒരു മീൻ, ഇത് എങ്ങനെ ഈ മീനിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു, ഫുള്ളായിട്ടുള്ളൊരു ആ വലിയ കൊമ്പിൽ നിന്ന് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയില്ല. അതിന് മുന്നേ അതിന് ശേഷമാണ് നമ്മളവിടെ എത്തിയത്. നമ്മൾ ചെന്നതിന് ശേഷമാണ് ആ ചേട്ടൻ ചീപ്പിൽ ആ പല്ലൊക്കെ ഇടുന്നത്. ആൻഡ് അപ്പോൾ ആലോചിച്ച് നോക്കി, ഇത് ചെയ്യുമ്പോൾ അതൊന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത്രയും വലിയൊരു പീസ് വെറുതെ ആയിപ്പോയില്ലേ. അതാ പറഞ്ഞത്, എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ആൾ ഇത്രയും ചെയ്യുന്നത്. അല്ലാതെ നല്ല എഫേർട്ടുള്ള പണിയാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന അതിൻ്റെ കണ്ണ്, പിന്നെ വായ, പിന്നെ അതിൽ ഡിസൈൻ ചേതമ്പല് പോലത്തെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കുവാണ്. ഇതിൻ്റെ ഓക്കെ വേർത്ത് ദ മണി എന്ന് ഞാൻ പറയാൻ ആളുടെ എഫേർട്ട് മാത്രമല്ല, എനിക്ക് അന്നേരം അറിയത്തില്ലായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഗൂഗിൾ സെർച്ച് ചെയ്തതാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുടിക്ക് വളരെ നല്ലതാണ്, ഈ കൊമ്പിനെ കൊണ്ടുണ്ടാക്കുന്ന ചീപ്പ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊമ്പ് ഒബ്വിയസ്ലി കൊമ്പാണ്, നാച്ചുറൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിലൊരു കെരാറ്റിൻ ഉണ്ട്, നമ്മുടെ ഹെയറിന് വേണ്ട അതേ കെരാറ്റിൻ, നമ്മുടെ ഹെയറിലുള്ള അതേ കെരാറ്റിൻ കൊമ്പിലുണ്ട്. അപ്പം അത് യൂസ് ചെയ്യുമ്പം നമ്മുടെ ഹെയറിലും ആ കെരാറ്റിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒന്ന്, പിന്നെ ബ്രേക്കേജ്, ഹെയറിൻ്റെ മുടി പൊട്ടിപ്പോകുന്ന അത് കുറയ്ക്കും. അതുപോലെ ഡീടാംഗ്ലിങ് ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ മറ്റേ നാച്ചുറൽ നമ്മുടെ സ്കാൽപ്പ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതൊക്കെയാണ്. ഇനിയും ഉണ്ട് ബെനിഫിഷ്യറീസ്. ഞാൻ ജസ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് മാത്രം ഓർത്ത് അന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അന്ന് നോക്കിയെന്ന് ഓർമ്മയുള്ളത് മാത്രം ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ആൻഡ് ഇത് ഇപ്പം കാണുമ്പോൾ കുറച്ച് റഫായിട്ടുള്ളൊരു സർഫേസ് ആണ് കേട്ടോ ആ ചീപ്പിനുള്ളത്. പക്ഷെ അത് സ്മൂത്ത് ആവണം എങ്ങനെ അറിയൂ. അതും എനിക്ക് കുറച്ച് സർപ്രൈസിങ് ആയിട്ട് തോന്നി. നമ്മുടെ ഈ പഴയ ട്യൂബ് ലൈറ്റ് ഇല്ലേ, മറ്റേ ഉള്ളിൽ ആ വെള്ളപ്പൊടി പോലത്തെ സാധനമുള്ള ആ ട്യൂബ് ലൈറ്റിൻ്റെ പീസസ് കട്ട് ചെയ്തെടുത്ത്, ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ച് ഇങ്ങനെ ചുരണ്ടും അത് ആ
അത് ആ ചുരണ്ടുന്നതിന് മുന്നേ ഉള്ള ആ പീസും ചുരണ്ടി കഴിഞ്ഞിട്ടുള്ള പോർഷനും ഭയങ്കര ഡിഫറെൻറ്റ്. ഈ ഫോണിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര ക്ലിയറായി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനത് നേരിട്ട് കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അതാണ് അത് അത് ഭയങ്കര ഡിഫറൻസ് വരും ആ ചീപ്പിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ മറ്റേ ഇതിന് ചീന്തി സോറി അതൊന്ന് എന്തോ എനിക്ക് ഓർമ്മയില്ല എന്താ പറ്റിയെന്ന്. പക്ഷേ ക്യാമറ എന്തോ ഇളകിയതായിപ്പോയതാ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ട്യൂബിൻ്റെ പീസ് വെച്ച് ചുരണ്ടി എടുക്കുമ്പോൾ വരുന്ന ചേഞ്ചസ്. ആ ചില്ലിൻ്റെ പീസ് വെച്ച് ചുരണ്ടുമ്പോൾ അതിന് ഭയങ്കര ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചുരണ്ടി എടുത്ത ആ ഇങ്ങനെ ആ താഴെ കിടക്കണം കണ്ടോ കുറേ പൊടിയും അതിൻ്റെ വെള്ളപ്പൊടിയും ഇങ്ങനെ ചീന്തിയെടുത്ത പീസസ്, ആ പീസസ് തന്നെ എടുത്തിട്ട് ഒന്ന് ഉരയ്ക്കും. അത് വലുത് അവിടെ വേറെ കവറിലുണ്ട്, അതൊന്നും എടുത്തിട്ടാണ് ആ ചേട്ടൻ ഉരയ്ക്കുന്നത്. അന്നേരവും അതിൻ്റെ ഫിനിഷിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കൂടി വരിക ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇതില്ലേ വെളിച്ചെണ്ണ, മറ്റേ പാരച്യൂട്ടിൻ്റെ 10ൻ്റെ ബോട്ടിൽ അത് വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഗ്ലോസും കാര്യങ്ങളും വരും. നല്ല അടിപൊളി സാധനമാണ്. എണ്ണയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത്, ഇൻ കേസ് വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് ടിപ്പാണ്. എൻ്റെ ടിപ്പല്ല, ഗൂഗിളിൻ്റെ ടിപ്പാണ്. നമ്മളിത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നനഞ്ഞ ഹെയറിലാണ് യൂസ് ചെയ്യുന്നതെന്നാണെങ്കിൽ ഇത് കൊമ്പല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു നാച്ചുറൽ സ്മെല്ല് ഉണ്ടാവുക, അത് എമിറ്റ് ചെയ്യും. ആ സ്മെല്ല് എമിറ്റ് ചെയ്യും, ഓർഡർ എമിറ്റ് ചെയ്യും. അത്ര വൃത്തിയായിട്ട സ്മെല്ല് അങ്ങനെയല്ല, പക്ഷെ ലൈറ്റായിട്ട് ആ ഓർഡർ എമിറ്റ് ചെയ്യും. ഒന്ന്. സെക്കൻഡ്ലി, നമുക്കിത് കുറച്ച് കാലം കൂടി ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ ചൂടുള്ളിടത്ത് ഹൈ ഹീറ്റിലേക്ക് ടെമ്പറേച്ചറിലേക്ക് വെക്കാതിരിക്കുക. അങ്ങനെ വെക്കുമ്പം അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, കൊമ്പായതുകൊണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കേഷണലി എണ്ണ തേച്ച് കൊടുക്കുക. അപ്പം അത് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് എൻ്റെ അറിവില്ല, ഗൂഗിൾ പറഞ്ഞു തന്ന അറിവാണ്. ആൻഡ് ഇതെന്താ ഞാൻ പറഞ്ഞത്, അതിൻ്റെ ആ കീറിയ പീസ് വെച്ചിട്ട് ചിന്തിയ ആ പൊടി പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് റബ്ബ് ചെയ്തെടുക്കും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ആ എണ്ണയും വെച്ചിട്ട് തേക്കും. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വാങ്ങിയിട്ട് വരാൻ പറ്റില്ല, ഓർഡർ ചെയ്യണം, നേരത്തെ പറയണം. എന്തായാലും ഞാൻ ഈ ചേട്ടൻ്റെ നമ്പർ, കുമാർ എന്നാണ് പേര്, നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലാണെങ്കിൽ വിളിച്ചാണെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവിടെ പോയിട്ടാണെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ സാധനം കിട്ടും. ഇതാണ് ചേട്ടൻ ഉണ്ടാക്കിയ മീൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ആ വഴി പോകുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.